മുഹറം വലിയ അത്ഭുതമാണ്, വലിയ പരീക്ഷയാണ്. വർത്തമാനകാല വിശ്വാസികൾക്ക് വലിയ പരീക്ഷ നൽകുകയാണ് മുഹറം. കാരണം എന്തുകൊണ്ടാണ്? ശത്രുക്കളെ മുഴുവനും പരാജയപ്പെടുത്തിയത്, വിശ്വാസികൾക്ക് വിജയം കിട്ടിയത് മുഹറം മാസത്തിലാണ്. ഈ മുഹറം മാസത്തിലും അല്ലാഹു നമുക്ക് എങ്ങനെ വിജയം തരട്ടെ. വിശ്വാസികൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പുകൾ ഈ വിശുദ്ധമായ മാസത്തിലും അല്ലാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹുവിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മുൻഗാമികളായ ആളുകളെ നശിപ്പിച്ചില്ലേ? എന്തുകൊണ്ടാണ് നമ്മളെ ഇത്രമാത്രം ദുആ ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന്? അത് സ്വാഭാവികമായി ചോദിക്കാറുണ്ട്. മുഹറം മാസം പലരെയും നശിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കൾ ഇപ്പോൾ വീര്യത്തോടെ നിൽക്കുകയാണല്ലോ? എന്തുകൊണ്ടാണ് നശിപ്പിക്കാതെ പോകുന്നത്? ധൃതി കൂട്ടുകയാണ്, നമ്മൾ ധൃതി കൂട്ടുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു ചര്യയുണ്ട്. അല്ലാഹ് ഖുർആൻ പറഞ്ഞില്ലേ, ഫമഹിൽ കാഫിരീന അംഹിൽഹും റുവൈദാ. നിങ്ങൾ നബിയെ സാവകാശം കൊടുക്കണം, നിങ്ങൾ ഇട കൊടുക്കണം. ഒരാളെയും ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് നശിപ്പിക്കാൻ പാടില്ല. ഒരിട കൊടുക്കണം. ആളുകൾക്ക് വേണമെങ്കിൽ മാറാവുന്നതാണ്. ബാബറി മസ്ജിദ് തകർത്തെറിയപ്പെട്ടല്ലോ, നമുക്കറിയാവുന്നതാണ്. പെട്ടെന്ന് ആ അക്രമകാരികളെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിച്ചിരുന്നെങ്കിൽ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ? ആമിർ എന്ന് പറയുന്നൊരു സഹോദരനുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ പള്ളിക്ക് പറഞ്ഞ 100 പള്ളികൾ ഉണ്ടാക്കുമെന്നാണ്. പ്രതിജ്ഞ ചെയ്തില്ലേ? അപ്പോ എന്നെ നശിപ്പിച്ചാലോ ഇവരൊക്കെ പെട്ടുപോവില്ലേ? അതുകൊണ്ട് മഹാനായ നബിയോട് പറയുന്നു, ഇട നൽകണമെന്നും. ഇട നൽകിയിട്ട് അവർക്ക് ഒരു കാരണവും ബോധിപ്പിക്കാൻ സമയം ആവരുത്. ആ രീതിയിലാവണം. മഹാനായ കലീമുല്ലാഹി മൂസ എത്ര വലിയ ധാരണമായ തീക്ഷ്ണമായ ത്യാഗങ്ങളാണ് സഹിക്കേണ്ടി വന്നത്. എത്ര കുഞ്ഞന്മാരെയാണ് കാൽ പിടിച്ച് പാറയിൽ തച്ച് നദിയിലേക്ക് വലിച്ചെറിഞ്ഞത്. ധിക്കാരിയായ ഫിർഔൻ എത്ര കാലമാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ മൂസാ നബിയും ഹാറൂൻ നബിയും ദുആ ചെയ്തില്ലേ, വഖാല മൂസ റബ്ബനാ ഇന്നക അതൈത ഫിർഔന വമലഹു വസീനതൻ വഅംവാല ഫിൽ ഹയാത്തിദ് ദുനിയാ. അവസാനം അള്ളാഹിനോട് പറഞ്ഞു മൂസാ നബി, എത്ര വലിയ ശക്തനാളിവൻ. അല്ലാഹുവേ, റബ്ബനാ ഇന്നക അതൈത ഫിർഔന വമലഹു വസീനതൻ വഅംവാല. ഓൻ ഇഷ്ടം പോലെ ആഡംബരങ്ങൾ നൽകിയില്ല നീ. ഇവനാണെങ്കിൽ ഇത്ര വലിയ ആളുകളെ കൊന്നവനാണ്, കൊലയാളിയാണ്, അക്രമകാരിയാണ്, കുഞ്ഞന്മാരെ കൊന്നവനാണ് ഇവൻ. ഒട്ടും തിരിയാത്ത കൊച്ചു കുഞ്ഞന്മാരെയാണ് 100 കണക്കിന് കൊന്നുടക്കിയത്. എന്നിട്ടും എന്തോ ഒരു സുഖാഡംബരനായി ജീവിക്കുന്നു അവൻ. അവന്റെ കയ്യിലാണ് അധികാരമുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. എന്തേ ഇങ്ങനെ വന്നത്? പടച്ചവനെ, ഇവൻ നിന്റെ വഴിയിൽ നിന്ന് ആളുകളൊക്കെ അവർ തെറ്റിപ്പിക്കാനാണല്ലോ ഇതുകൊണ്ട് സാധ്യമാവുന്നത്. അവരെ നാമാവശേഷമാക്കി സമ്പത്തുകൾ മുഴുവനും നീ നശിപ്പിക്കണേ എന്നും അവരുടെ ഹൃദയങ്ങൾ നീ കഠിനമാക്കണേ എന്ന് ദുആ ചെയ്യാൻ മൂസാ നബി ദുആ ചെയ്യുന്ന ആൾ മൂസാ നബിയാണ്. ആയുധം പ്രയോഗിക്കുകയാണ് മൂസാ നബി. വിശ്വാസിയുടെ ആയുധമാകുന്ന പ്രാർത്ഥന ഉപയോഗിക്കുകയാണ്. ആ പ്രാർത്ഥന നടത്തിയാൽ ഉടനെ അതവിടെ സംഭവിക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ഖുർആൻ പറഞ്ഞല്ല, നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടിട്ടുണ്ട്. ഉത്തരം നൽകും. നമ്മൾ നൽകും. അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ പ്രാർത്ഥിക്കണത്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടപ്പെടും. അള്ളാഹിനോടാ പറഞ്ഞത്. അള്ളാഹ് പറയുന്നു, ഉറച്ചു നിന്നോളൂ, ഒരു പേടിക്കണ്ട, ഉത്തരവുണ്ടാവും. പെട്ടെന്നാവണമെന്നില്ല. മഹാനായ ഇമാം സുയൂത്തി ദുർറുൽ മൻസൂർ പോലെയുള്ള സുയൂത്തി അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന ഫിർഔന മകസ ബഅദഹു 40 സന. ഈ ഒരു പ്രാർത്ഥന നടത്തിയതിനു ശേഷം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രാർത്ഥന നടത്തിയതിനു ശേഷം 40 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഉത്തരം കിട്ടപ്പെട്ടത് എന്ന്. അതുവരെ അവൻ സുഖാഡംബരനായി സുഖലോലുപനായി നടന്നില്ലേ ഫിർഔൻ. അവസാനം 40 കൊല്ലം ഈ പ്രാർത്ഥന നടത്തിയതിന് ശേഷമാണ് ഉത്തരം കിട്ടപ്പെടുന്നത്. അള്ളാഹുവിന്റെ പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ ചര്യ എന്ന് പറയുന്നത് അവന് ഒരാളെയും ഉടനെ ശിക്ഷിക്കില്ല എന്നുള്ളത്. കാരുണ്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാവർക്കും സാവകാശം നൽകും. അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടാവോ? ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹ് എങ്ങാനും ഉടനടി ശിക്ഷിക്കുകയാണെങ്കിൽ
ഞാനിവിടെ ഉണ്ടാവില്ല, എന്റെ മുമ്പിലുള്ള നിങ്ങളാരും ഉണ്ടാവില്ല. എത്രയാ നമ്മൾ പടച്ച തമ്പുരാനോട് കൽപ്പനകൾ ലംഘനം നടത്തിയത്? ഒന്നും ചെയ്തില്ലല്ലോ നമ്മളെ. അങ്ങനെയാണ് എല്ലാ വിഭാഗവും. ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ജീവി പോലും ഭൂമുഖത്ത് ജീവിച്ചിരിക്കില്ല. പക്ഷേ അവർക്കൊക്കെ നിശ്ചിതമായ അവധിയുണ്ട്. അതുവരെ മാത്രമേ ഉണ്ടാവൂ. അത് ഇന്ത്യയിലെ ക്രമകാരിയായ ഭരണകൂടമാണെങ്കിലും വേണ്ടില്ല, ദൈവത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുന്നവരാണെങ്കിലും വേണ്ടില്ല, ദൈവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യന്മാരെ കൊന്നൊടുക്കുകയാണ് അല്ലേ? ദൈവങ്ങളെ കൊല്ലാനാണ് ബീഫിന്റെ പേരിൽ ഉത്തരേന്ത്യൻ മണ്ണുകളിൽ എത്ര ആളുകളെയാണ് കൊല ചെയ്യപ്പെട്ടത് അതിന്റെ പേരിൽ. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ദൈവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യരെ ചുട്ടിരിക്കുന്ന ഏർപ്പാട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് എന്തേ ഇബ്രാഹിമിന്റെ തീയിലേക്കല്ലേ കൊണ്ടുപോയിട്ടത്? അത് ഈ രീതിയിലാണ് അവർ ശിക്ഷിച്ച കാര്യം. ഖുർആൻ പറഞ്ഞില്ല, ഖാലൂ ഹർരിഖൂ വൻസുറൂ ആലിഹതകും ഇൻ കുൻതും ഫായിലീൻ. നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ കാക്കണം, ഇവരെ നിങ്ങൾ കഴിച്ചു കളയുവീൻ. ഈ ശിക്ഷാമുറകളാണ് ഇന്നും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവശക്തനായ അള്ളാഹുവെങ്ങാനും ഈ കാര്യത്തിൽ നിന്ന് ഉടനടി തീരുമാനമെടുത്താൽ ഒരു ഭൂമിയിൽ ഒരു ജീവ പോലും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സബൂറാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേൾക്കുന്നതിൽ വെച്ച് ഒരു ഉപദ്രവത്തിന്റെ മേൽ, ബുദ്ധിമുട്ടിന്റെ മേൽ അള്ളാഹിനെക്കാളേറെ ക്ഷമിക്കുന്ന ഒരാളുമില്ല. എന്തൊക്കെ കേൾക്കണം അള്ളാഹ്? നമ്മളൊക്കെ കുറച്ചൊക്കെ കേൾക്കത്തുള്ളൂ. അതുപോലെ തന്നെ അല്ലാഹു തആല സകല അനുഗ്രഹങ്ങളിൽ നൽകി മനുഷ്യനും, എന്നിട്ട് അവന് പങ്കു ചേർത്തില്ലേ? അള്ളാഹ്ക്ക് കുട്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടും എന്നിട്ടും അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേ? എന്തൊരു സുഖമാണ് അവർക്ക്. അതുകൊണ്ട് മുഹറം മാസമാണല്ലോ, കുറെ ആളുകളെ നശിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ശത്രുക്കൾ നശിക്കാതെ പോകുന്നത് എന്ന് വേവലാതിപ്പെടണ്ട, ധൃതി കാണിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ആളുകളെ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ ഫൈദാ ജാ അജലുഹും. ഒരവധിയുണ്ട്. മൂസാ നബിക്ക് 40 വർഷമാണെങ്കിൽ, നൂഹ് നബിക്ക് 980 വർഷക്കാലമാണെങ്കിൽ, കുറെ കാലങ്ങളോടെയല്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ? കാലം എത്ര കാത്തു നിന്നും. അതുകൊണ്ട് പ്രാർത്ഥന വലിയതാണ്. വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മതത്തിന്റെ പേരിലുള്ള അക്രമകാരികൾ, കുടുംബത്തിന്റെ പേരിൽ മറ്റുള്ള രീതിയിൽ അതിക്രമം കാണിക്കുന്ന ആളുകൾ, അവർ അള്ളാഹു വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന വിശാലമായ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ എല്ലാവർക്കും സുഖത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും സുഖം വരണം, എല്ലാവർക്കും ഹിദായത്ത് വരണം. ആരും അങ്ങനെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയല്ല, അത് നമുക്ക് വേണ്ടതല്ലല്ലോ. നമ്മളോട് അത്ര ചിട്ടയോടെയാണ് ദീനുൽ ഇസ്ലാം പറയുന്നത്. ശത്രുക്കളായ ആളുകൾ, അക്രമകാരികളായ ആളുകൾ അവർ നശിപ്പിക്കപ്പെടണം, അവർ നശിപ്പിക്കപ്പെടണം. രാജ്യത്ത് സമാധാനം ഉണ്ടാവണം. അല്ലാത്ത ഏത് രീതിയിലാണോ കഴിയുന്ന, ഏതെല്ലാം രീതിയിൽ അവരെ ആക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമോ അതിന്റെ ഓരോ വഴികളും സ്വീകരിച്ച് കഴിയുന്നില്ലെങ്കിൽ അവസാനം അവർ നശിപ്പിച്ച് കളയണം. ഇതാണ് ഇസ്ലാം, ഇതാണ് ഖുർആൻ. പലയിടത്തും നമുക്ക് കാണിച്ചത് കുറെ സമൂഹത്തെ നശിപ്പിച്ചതും അങ്ങനെയാണ്. അലം യഅതിഹിം നബഉല്ലദീന മിൻ ഖബ്ലിഹിം ഖൗമി നൂഹിൻ വആദൻ വസമൂദ് വഖൗമി ഇബ്രാഹിം വഅസ്ഹാബി മദിയൻ വൽമുതഫികാത്ത്. ഇതൊക്കെ എത്ര ആളുകൾ നശിപ്പിച്ചതെന്നറിയോ? ഇതൊക്കെ അല്ലാഹു നശിപ്പിച്ചതാണ്. പക്ഷേ ഇതിലൊക്കെ സമയമുണ്ട്. അതുകൊണ്ട് മുഹറം മാസമായി എത്ര ആൾക്കാർക്ക് വിജയം കിട്ടിയതാണ്. എന്തുകൊണ്ട് നമ്മളിതൊന്നും കാണുന്നില്ല എന്ന് പരിഭവപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ വിശ്വാസികളാണ്. മറ്റുള്ളവർ ആദരിക്കാനും അവരെ ദൈവങ്ങളെപ്പോലും ആദരിക്കാൻ പഠിപ്പിച്ചവരാണ്. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നോണ്ട് ബഹ്റൈനിൽ മനാമയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഗണേശ വിഗ്രഹം തകർക്കപ്പെട്ടൊരു ഫോട്ടോ നമ്മൾ കണ്ടു. എത്ര വലിയ മാതൃകയാണ്. ഒരു ഗണേശ വിഗ്രഹം തകർക്കുകയാണ്. ഗണപതി നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഈ ഗണപതിയുടെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വെച്ചത് 90%, 100% മുസ്ലിങ്ങളുള്ള ഈ ബഹ്റൈനിലാണ്. ഈ ബഹ്റൈനിൽ മനാമയിലാണ് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചത് ഏതോ ഒരു അറബി പെണ്ണ് വന്ന് അതുകൊണ്ട് എടുത്ത് തകർക്കുകയാണ്. ലാഖീദൻ അസ്നാമക്കും എന്ന് പറഞ്ഞ പോലെ അതെടുത്തുകൊണ്ട് തകർത്തെറിയുകയാണ്. തകർത്തെറിഞ്ഞപ്പോൾ ലോകത്തിന് വലിയ മെസ്സേജാണ് അവർ കൊടുത്തത്. ഇന്ത്യ രാജ്യത്തെ ഭരണകൂടമൊക്കെ പഠിക്കേണ്ടതാണ്. ഇന്ത്യ രാജ്യം അടക്കമുള്ള അതുപോലെ തന്നെ ശത്രുക്കളായി നിലനിന്ന് വലിയ അധികാരം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ അടിച്ചൊതുക്കുന്ന ധിക്കാരികളായ ഭരണകൂടവും
അവർക്ക് മനസ്സിലാക്കേണ്ടതും അവർക്കുള്ള വലിയൊരു മെസ്സേജുമാണ് ആ കൊച്ചു രാജ്യമായ മുസ്ലിം രാജ്യമായ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം നൽകിയിരിക്കുന്നത്. എന്തുമാവാം, സ്വന്തം ഇസ്ലാമിക് രാഷ്ട്രമാണ്, ഇവിടെ ആരും ഇങ്ങനെ ആരാധിക്കുന്നവരില്ല. എന്നിട്ടാണ് പെണ്ണെടുത്തുകൊണ്ട് ഇടിഞ്ഞ് തകർക്കപ്പെടുന്നത്. പോലീസ് ഡയറക്ടർ ജനറൽ ശക്തമായ രീതിയിൽ അതിന് പ്രതികരിച്ചു, കേസെടുത്തില്ലേ? ഖാലിദ് ബിൻ അഹമ്മദ് ഖലീഫ അദ്ദേഹം അതിനത് ശക്തമായി പ്രതികരിച്ചില്ലേ? ഭരണകൂടവും അന്താരാഷ്ട്ര രീതിയിൽ ഒരു വലിയ ശ്രദ്ധേയമായ രീതിയിലുള്ള ഇടപെടലുകളാണ് സാക്ഷാൽ ബഹ്റൈൻ ഗവൺമെന്റ് നടത്തിയത്. അവിടെ ആരാധിക്കപ്പെടുന്നില്ല, എന്നാലും പലയിടത്തും ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹം അത് തകർത്തെറിയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇത് കേവലം ഒറ്റപ്പെട്ടൊരു സംഭവമാണ്, ഇത് ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ചെയ്യുന്നില്ല. ബഹ്റൈൻ ജനതയോ മറ്റോ ഇതിന് ഒരിക്കലും ഇത് പ്രതികരിക്കുന്നില്ല. ഇത് ഇതുവരെ പ്രതികരിച്ചുകൊണ്ടല്ല, ഇത് ഈ പെണ്ണിന്റെ വക്രത ബുദ്ധി കൊണ്ട് ചെയ്തതാണ്, ഞങ്ങൾ ഉത്തരവാദികളല്ല. എന്താ ചെയ്യേണ്ടത്? അവളെ പിടിച്ചു, ശക്തമായ ശിക്ഷയാണ് അവൾക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടത്, ബാബറി മസ്ജിദ് തകർത്തവരുടെയുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ മനുഷ്യ മക്കളെ കൊന്നൊടുക്കുന്നവരുണ്ട്. ഈ ഇന്ത്യ രാജ്യവും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പച്ചയായി മനുഷ്യന്മാരെ ചുറ്റരിക്കുന്ന പ്രദേശങ്ങളിലെ ഈ സന്ദർഭങ്ങളിലൊക്കെ ബഹ്റൈൻ കാണിച്ചതുപോലെയുള്ള വിവേകം കാണിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷമാകുമായിരുന്നു, എത്ര സമാധാനമാകുമായിരുന്നു. ഏറ്റവും വലിയ മാതൃകാപരമായ ഒരു വലിയ പ്രവൃത്തിയാണ് ബഹ്റൈൻ ഗവൺമെന്റ് ചെയ്തത്. ഞാൻ പറയുന്നത്, അക്രമകാരികളായ ഭരണകൂടത്തിന് ഇതുപോലെയുള്ള മാസങ്ങളിൽ ശക്തമായ പ്രഹരം നൽകിയ സർവശക്തനായ അല്ലാഹു ഇതുപോലെയുള്ള മാസങ്ങൾ അക്രമകാരികൾക്ക് പ്രഹരം നൽകുവാനുള്ള മാസമാക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അർഹമുർ റഹീമായ തമ്പുരാനോട് നമുക്കതല്ലേ പ്രാർത്ഥിക്കാനുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സബൂറാണ്, അല്ലാഹു സാവകാശം നൽകുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലാണ് പ്രതിഫലം കൊടുക്കുന്നത്, ദുനിയാവിലുമല്ല. ചില കാര്യങ്ങൾക്കൊക്കെ ദുനിയാവിൽ കൊടുക്കും, ഇനി ദുനിയാവിൽ കിട്ടിയില്ലെങ്കിൽ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, ആഖിറത്തിൽ വേദനാജനകമായ ശിക്ഷയുണ്ട് അവർക്ക്. ഇതൊക്കെ പഠിപ്പിച്ചത് വിശുദ്ധമായ